ഐ.ടിയിൽ തുടങ്ങി NITയിൽ വരെ പഠിക്കാൻ കഴിയുന്ന സർവേയർ എന്ന ഒരു വലിയ സാധ്യതകളുടെ ഒരു ലോകമുണ്ട്. സർവേയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖല, അതേപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേയർ നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നടത്തപ്പെടുന്ന സർവേകൾ, അതുപോലെ തന്നെ ഡ്രോൺ യൂസ് ചെയ്തുകൊണ്ടുള്ള സർവേകൾ, അങ്ങനെ നിരവധി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേകൾ, അങ്ങനെ GISും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള സർവേ പാറ്റേണുകൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കെട്ടിടം പണിയുമ്പോൾ സ്ഥലം, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ സ്ഥലം എങ്ങനെയാണ് ഒരുക്കുക, പല ലെയറുകളായിട്ട് കിടക്കുന്ന സ്ഥലത്തെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിനെ എങ്ങനെയാണ് അളന്ന് തിട്ടപ്പെടുത്തുക, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങളാണ് അവിടെ പരിഗണിക്കപ്പെടുക. അത് വലിയ തോതിലുള്ള, കാരണം നമുക്കറിയാം ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികാസത്തിന് വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ, അതൊരു ഡാം പണിയുമ്പോഴായാലും റോഡ് പണിയുമ്പോഴായാലും റെയിൽവേ ട്രാക്ക് പണിയുമ്പോഴാകുമ്പോഴും അതുപോലെ തന്നെ എയർപോർട്ടുകളായാലും തുറമുഖങ്ങളായാലും കെട്ടിടങ്ങളായാലും ഒക്കെ നിർമ്മിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. ആ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഏറ്റവും വലിയ സപ്പോർട്ടിങ് എന്ന് പറയുന്നത് സർവേയേഴ്സാണ് പ്രൊവൈഡ് ചെയ്യുക. മൈനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അവിടെയും സർവേയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സൈന്യത്തിന് സർവേയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എൻജിനീയറിംഗ് ബ്രാഞ്ചുകളിലൊക്കെ സർവേയേഴ്സിൻ്റെ ആവശ്യമുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ. അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ITI പോകാൻ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് സർവേയർ കോഴ്സിന് ITIക്ക് ചേരാം. അതേപോലെ തന്നെ NIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഉപരിപഠന സാധ്യതകളുണ്ട്. 3D സ്കാനിങ് അടക്കമുള്ള ഇങ്ങനെ കിട്ടിയിട്ടുള്ള സർവേ ചെയ്ത് കിട്ടിയിട്ടുള്ള മാറ്റേഴ്സിനെ നമ്മൾ 3D സ്കാനിങ്ങിലൂടെ ഡോക്യുമെൻ്റ് ചെയ്യുകയും BIM പോലെയുള്ള രീതികളിലേക്കൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ആധുനിക കാലഘട്ടത്തിൻ്റെ സാധ്യതകളുടെ വലിയ ലോകമാണ് സർവേയിങ് എന്ന ഒരു പ്രോഗ്രാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വരുന്ന CAD അടക്കമുള്ള GIS അടക്കമുള്ള സോഫ്റ്റ്വെയർസ് കൂടി നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയർസ് പഠിക്കുന്നതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു ഡിസ്പ്യൂട്ടുള്ള മേഖലകളിൽ നമുക്ക് പെരുമാറാൻ കഴിയണം പലപ്പോഴും. കാരണം ഇപ്പോൾ ഒരു അതിർത്തി തർക്കം ഉള്ള ഒരു മേഖലയാണെങ്കിൽ അത് വ്യക്തികൾ തമ്മിലാകാം, സ്റ്റേറ്റുകൾ തമ്മിലാകാം, രാജ്യങ്ങൾ തമ്മിലാവാം. അവിടെയൊക്കെ സർവേയിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ആ സർവേയിങ്ങിൽ എങ്ങനെയാണ് ഈ ഡിസ്പ്യൂട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ്, അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാവരുടെയും ചുറ്റുപാടുമുള്ള വലിയ ഒരു തൊഴിൽ സാധ്യത ഇത് ഒരുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് തന്നെ എത്രയോ പ്രോജക്റ്റുകളുണ്ട്. സ്മാർട്ട് സിറ്റികളുണ്ട്, അതേപോലെ തന്നെ ഭാരത് മാല പോലുള്ള പ്രോജക്റ്റുകളുണ്ട്, എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക എന്ന തരത്തിലുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോഴൊക്കെ അവിടെയൊക്കെ ഈ സർവേസിൻ്റെ ആവശ്യം കൂടുതലാണ്. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനനുസരിച്ച് സർവേസിൻ്റെ തൊഴിൽ സാധ്യത കൂടിക്കൊണ്ടിരിക്കും. ഇന്നത്തെ അവസ്ഥയിൽ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ റേറ്റ് എത്രയാണോ അതേ റേറ്റ് തന്നെയാണ് ഈ തൊഴിൽ മേഖലയുടെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ വളർച്ചയുടെ റേറ്റും എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരു 5% വാർഷിക വളർച്ചാ നിരക്ക് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ 6% വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയുടെ വളർച്ചയും അതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. അത് സ്വകാര്യ മേഖലകളിലും സർക്കാർ മേഖലകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ ധാരാളം സർവീസ് പ്രൊവൈഡേഴ്സ് ഒരുക്കുന്ന അവസരങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യതകളെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരുക്കുന്ന അവസരങ്ങളുണ്ട്. സർവേയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഏതാണ്ട് ഒരു 30,000-ന് മുകളിൽ വരുന്ന പേ ഓഫ് സ്കെയിലിൽ നമുക്ക് തുടക്കം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ട്രേസർ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. മൈനിങ് ആൻഡ് ജിയോളജി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, തുറമുഖ വകുപ്പുകളിൽ, PWD പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ സാധ്യതകൾ ധാരാളം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലൂടെ നിയമനങ്ങൾ നൽകുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് സാധ്യതകളുണ്ട്. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി പോലുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഒരു തൊഴിലന്വേഷകൻ എന്ന നിലയിൽ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ സർവേയർ എന്ന മേഖല
ആ സർവേയർ എന്ന മേഖല നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ പഴയ ചെയിൻ യൂസ് ചെയ്യുന്ന രീതികൾക്കപ്പുറത്തേക്ക് ഇന്ന് ഡിജിറ്റൽ സർവേയിങ് എന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. ആ ഡിജിറ്റൽ സർവേയിങ്ങിൽ ഇന്ന് നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രോൺ സർവേയിങ് നടക്കുന്നുണ്ട്. കാടുകളിലും അതുപോലെ തന്നെ നമുക്ക് കടന്നു ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഡ്രോണുകൾ യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും സർവേയിങ് നടത്തുക. വലിയ ഹൈവേ വർക്കൊക്കെ നടക്കുന്ന സമയത്ത്, അതിൻ്റെയൊക്കെ എക്സ്പാൻഷനൊക്കെ നടക്കുന്ന സമയത്ത് റോഡിൽ നിന്നുകൊണ്ട് സർവേ ചെയ്യുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവേയർമാരെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധ്യതകളാണ്. രാജ്യത്തിൻ്റെ വികസനത്തിനനുസരിച്ച്, അതിന് ആക്കം കൂടുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ആ കൺസ്ട്രക്ഷൻ കൂടുന്നതിനനുസരിച്ച് സർവേസിൻ്റെ തൊഴിൽ മേഖലയിൽ സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കും. ഒരു സർവേയർ ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ITI അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്ന മേഖലകളിലേക്കൊക്കെ നമുക്ക് പോകാൻ അവസരങ്ങളുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വളരെ ഒരു അനലറ്റിക്കൽ സ്കില്ലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെ അസസ് ചെയ്യാനും സമീപിക്കാനുമുള്ള ഒരു ബേസിക് സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അതിനെയെല്ലാം ആർജിച്ചുകൊണ്ട് വളരെ ആർജവത്തോടെ നമുക്ക് ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റണം. അങ്ങനെ കഴിയുമ്പോഴാണ് അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ധാരാളമായിട്ട് ഓപ്പണായി വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞാൽ വിദേശ തൊഴിലവസരങ്ങളാണ്. ഇത്തരത്തിൽ പരിശീലനം കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു രാജ്യത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാർട്ടോഗ്രാഫർമാരുടെ ഉപയോഗത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ സർവേസിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിലൊരു തെറ്റും വരാൻ പാടില്ല. ആക്യുറസി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം കിട്ടുന്നൊരു മേഖല. കാരണം നമ്മൾ ആക്യുറസി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരാളുടെ സ്ഥലം മറ്റൊരാളുടെ പേരിലേക്ക് ആണ് എന്ന് നമ്മൾ പറയുന്നൊരവസ്ഥയുണ്ടായാൽ അത് അവിടെ ഡിസ്പ്യൂട്ടിന് കാരണമാവും. അപ്പോൾ ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു രാജ്യത്തിൻ്റെ മാപ്പ് തയ്യാറാക്കുമ്പോഴത്തേക്കും മറ്റൊരു രാജ്യത്തിൻ്റെ മാപ്പ് നമ്മുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഇൻ്റർനാഷണൽ റിയാക്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഒരു സ്റ്റേറ്റിൻ്റെ സ്ഥലം മറ്റൊരു സ്റ്റേറ്റിൻ്റെ പേരിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വലുതായിരിക്കും അതുപോലെ ഉണ്ടാകാവുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആക്യുറസിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആക്യുറസി അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സാധ്യതകളേറും. ഇനി ഇതിൻ്റെ സാലറി എടുത്തു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രൈവറ്റ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ സാലറി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന്, ജോഗ്രഫിക്കൽ കണ്ടീഷൻസിനനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെട്രോ സിറ്റീസ് ഉണ്ട്. മുംബൈ, ചെന്നൈ, അങ്ങനെയുള്ള കൽക്കട്ട പോലെയുള്ള, ബംഗളൂരു പോലെയുള്ള മെട്രോ സിറ്റികളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഏണിംഗ് ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ കഴിയും. അവിടുത്തെ റെമ്യൂണറേഷൻ വളരെ കൂടുതലാണ്. അവിടെ വർക്കിൻ്റെ ലോഡും വളരെ കൂടുതലാണ്, വോളിയവും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി എക്സ്പീരിയൻസ് നേടി എന്നിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ഈ പറയുന്ന മെട്രോ സിറ്റീസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും, അതുപോലെ തന്നെ പർവ്വത പ്രദേശങ്ങൾ പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് പോലെയുള്ള ചില ടെറൈനുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വീണ്ടും എമൗണ്ട് കൂടുതലായിരിക്കും, സാലറി വളരെ വളരെ കൂടുതലായിരിക്കും. കാരണം അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ആ റിസ്ക് ഫാക്ടറിനെ ഫേസ് ചെയ്യുന്നതിന് ഉള്ള ഒരു റെമ്യൂണറേഷൻ കൂടി നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തൊഴിലിടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ഘടകങ്ങളാണ്. സർവേയർ എന്ന തൊഴിൽ മേഖല, അതോടൊപ്പം തന്നെ നേടിയെടുക്കേണ്ട നിരവധി ഡ്രോയിങ് സ്കില്ല് ഒരു സ്കില്ലാണ്. അതേപോലെ തന്നെ അനലിറ്റിക്കൽ സ്കില്ല് മറ്റൊരു സ്കില്ലാണ്. മൂന്നാമത് നമുക്ക് ആ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ല് മറ്റൊരു സ്കില്ലാണ്. വിവിധ ടെറൈനുകളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായൊരു ധാരണ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട മറ്റ് ചില ടെക്നിക്കൽ സ്കില്ലുകളിൽ ഒന്ന് ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡ്രോൺ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സർവേയിങ് നടത്തുക എന്നൊക്കെയുള്ള അറിവുകൾ, ഇതെല്ലാം ആവശ്യമാണ്. കാലികമായിട്ട് വരുന്ന ഇത് 3D ഡോക്യുമെൻറ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ അതിന് വേണ്ട സിസ്റ്റം വർക്കൗട്ട് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കില്ലുകൾ, ഇങ്ങനെ വളരെ വിശാലമായ തരത്തിലേക്ക് ബിൽഡിംഗ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പോലെയുള്ള BMIM പോലെയുള്ള സിസ്റ്റത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ, ധാരണകൾ, അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, ഇതെല്ലാം നമുക്ക് വേണം.
ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു കെട്ടിടം തകർത്ത് പുതിയൊരു കെട്ടിടം പണിയാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെയുമുണ്ട് സർവേയർക്ക് റോളുകൾ. ആ സർവേയറുടെ റോള് അവിടെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത, നമ്മളൊരു പക്ഷേ വലിയ തോതിൽ കണ്ടെത്താത്ത, മാർക്കറ്റിൽ വളരെ ഡിമാൻഡ് ഉള്ളതും ആവശ്യത്തിന് സപ്ലൈ ഇല്ലാത്തതുമായിട്ടുള്ളൊരു തൊഴിലിടം കൂടിയാണ്. കാരണം നമുക്ക് ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വരുന്ന സർവേയർമാരുടെ വേക്കൻസികളിലേക്ക് മതിയായ ആൾക്കാരെ നമുക്ക് കൊടുക്കാൻ കഴിയാറില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന, അവരുടെ സാധ്യതകളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, തൊഴിലിടത്തിൽ അനവധി എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറി പാക്കേജിൽ ഉണ്ടാകാവുന്ന വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകളുള്ള, ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അവസരങ്ങളുടെ വലിയൊരു ലോകം നമുക്ക് തുറന്നു തരുന്ന ഒരു പഠന തൊഴിൽ മേഖലയാണ് സർവേയിങ്.